ഇത്തവണത്തെ ക്രിസ്മസ് കുറച്ചധികം സ്പെഷ്യലാണ്. കാരണം ഇത്തവണത്തെ ക്രിസ്മസ് ഞാൻ വീട്ടിലല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഗുരുകുലത്തിലാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അമ്മ വീട്ടിലേക്കും പിക്നിക് സ്പോട്ടിലേക്കൊക്കെ പോകുമ്പം എനിക്കിതെല്ലാം ഗുരുകുലത്തിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഗുരുകുല കൺവെൻഷൻ കൂടുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ആ പഴയ കൊച്ചുകുട്ടിയാണ്. അങ്ങനെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വൈകിട്ട് 6:40 മലബാർ ട്രെയിനിലാണ് നമ്മൾ വർക്കലേക്ക് പോകുന്നത്. സ്ലീപ്പർ എടുത്തു, കാരണം ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് സെറ്റായി എല്ലാവരും കയറിയിരുന്നു. അമ്മയുണ്ട്, ഇന്ദുവുണ്ട്. പിന്നെ 3/4 മണിക്കൂറാണ് നമുക്ക് ഇവിടെ നിന്ന് വർക്കല ശിവഗിരി വരെ യാത്രാ സമയം വരുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോയോ ബസ്സോ എടുത്ത് നമുക്ക് നേരെ വർക്കലയിലേക്ക് പോകാം. ഏകദേശം കൃത്യം 6:40 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഔട്ടറിൽ പിടിച്ചിട്ടതാണ്. ഏകദേശം ഈ മലബാർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത സമയത്ത് വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്നൊന്ന് നോക്കിയപ്പോഴത്തേക്കും ടി എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേക്കും ആ നിൽക്കുന്ന അപ്പച്ചനും ആ അമ്മച്ചയും കൂടെ ട്രെയിൻ മാറി കയറിയിട്ട് ചെയിൻ പുള്ളി ചെയ്തതാണ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുകുലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം പ്രയറിന് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൺവെൻഷന് വേണ്ടിയിട്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വെസൽസൊക്കെ കൊണ്ടുവന്ന വണ്ടി വന്നു. പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നും നേരെ മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും കൺവെൻഷന് വേണ്ടിയിട്ട് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പായൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് ഇതേ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 23-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയാണ് ഇവിടുത്തെ കൺവെൻഷൻ. ഒരാഴ്ച കാലത്താണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം അടുത്ത വ്ളോഗിൽ. Bye-bye. Bye.